ഒക്കെ ദേശീയപാതയിൽ ചില സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിഞ്ഞു. ആ മണ്ണിടിഞ്ഞ സ്ഥലത്തൊക്കെ ഇപ്പോഴും ഭീതി നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേശീയപാതയിലൂടെ ഈ മഴക്കാലത്ത് യാത്ര ചെയ്യാൻ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ട്. ചില ആളുകളൊക്കെ തന്നെ വാട്സപ്പിലൊക്കെ എനിക്ക് ചില സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മണ്ണിടിച്ചിലുണ്ടാകും. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ചോദിക്കുന്നത്. നമുക്ക് ഈ കുപ്പത്താണല്ലോ ഏറ്റവും വലിയ മണ്ണിടിച്ചിലുണ്ടായത്. കണ്ണൂരിലെ കുപ്പത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്ത് നിന്ന് അരുൺ ഭൂപ്പറമ്പ് തത്സമയം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി എന്ന വാർത്ത വരുമ്പോൾ അത് എത്രമാത്രം വാസ്തവമാണ്? SKN കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. അതിനിടെയാണ് ദേശീയപാതയിൽ കുപ്പത്ത് ഇന്നലെ രാത്രി വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. ഞാനിപ്പോൾ ആ മണ്ണിടിച്ചിലുണ്ടായ കുപ്പത്താണുള്ളത്. നമുക്ക് കാണാം, ഇവിടെയാണ് ഇന്നലെ രാത്രി വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണ് മാത്രമല്ല, മുകളിൽ നിന്ന് ഈ കുന്നിടിച്ച് നിർമ്മാണം നടത്തിയ സ്ഥലത്ത് നിന്ന് മുകളിൽ നിന്ന് മണ്ണും അതോടൊപ്പം തന്നെ വലിയ പാറ കഷ്ണങ്ങളൊക്കെ താഴേക്ക് പതിക്കുന്ന സാഹചര്യമുണ്ടായി. ആ റോഡിൽ ഇന്നലെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും ദേശീയപാതയിൽ ഇതിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പയ്യന്നൂർ ഭാഗത്തുനിന്ന് വരുന്നവർ പിലാത്തറയിൽ നിന്നും KSTP റോഡ് വഴി കണ്ണൂരിലേക്ക് പോകണം എന്നതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പയ്യന്നൂർ ഭാഗത്തേക്ക് വരുന്നവർ ഈ ഏഴോം വഴി പയ്യന്നൂർ ഭാഗത്തേക്ക് പോകണം. അതായത് രണ്ട് വശങ്ങളിലും റോഡ് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. അതായത് ഇതിലൂടെയുള്ള ഗതാഗതം നിലവിൽ സാധ്യമല്ല എന്ന് അധികൃതർ തന്നെ പറയുകയാണ്. അത്രത്തോളം അപകട ഭീഷണി കുപ്പത്തുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മണ്ണിടിഞ്ഞ് കല്ലുകളും മണ്ണുകളൊക്കെ അവർ റോഡിൽ നിന്ന് നീക്കം ചെയ്ത് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്നലെ രാത്രി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച. നമുക്കിപ്പോൾ ഈ റോഡിലൂടെ വെള്ളം മറ്റ് റോഡിന്റെ മറുവശത്തേക്ക് ഒഴുകി പോകുന്നതൊക്കെ നമുക്ക് കാണാം. ഇതിന് താഴെയാണ് വീടുകളുള്ളത്. അവിടേക്കാണ് ഈ വെള്ളമൊക്കെ ഒഴുകി ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തടയുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നേരത്തെ നാട്ടുകാർക്ക് ഉറപ്പൊക്കെ നൽകിയിരുന്നെങ്കിൽ പോലും അതിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഇവർ ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ പ്രതിഷേധങ്ങൾക്കുൾപ്പെടെ സാധ്യതയുണ്ട്. ഇത് വലിയ അപകടമുണ്ടാക്കും. ഇതിലൂടെ നിലവിൽ ഗതാഗതം പുനഃസ്ഥാപിക്കരുത് എന്നതാണ് പ്രദേശവാസികളും യാത്രക്കാരൊക്കെ പറയുന്നത്. അത്രത്തോളം പ്രശ്നമുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം, അതിൻ്റെ ഒരു ഭീകരത നമുക്ക് കാണാം. വലിയൊരു ഭാഗം, അതായത് മണ്ണിടിഞ്ഞ് താഴേക്ക് വീണിട്ടാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ വെച്ച് ഇവർ ഇപ്പോൾ ഈ റോഡിൻ്റെ തൊട്ട് അരികിൽ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയ മണ്ണിടിച്ചിലുണ്ടായാൽ മഴ ശക്തിപ്പെടും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അങ്ങനെയാണെങ്കിൽ ആ മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. വലിയ കുന്നിടിച്ചാണ് ഈ ദേശീയപാത നിർമ്മാണം നടത്തിയത്. ഇതിൽ അശാസ്ത്രീയത ഉണ്ട്, അപാകതയുണ്ട് നിർമ്മാണത്തിൽ എന്ന് നാട്ടുകാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇതിൻ്റെ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ, കഴിഞ്ഞ വർഷമാണ് നിർമ്മാണത്തിൻ്റെ ആ പ്രാരംഭഘട്ടത്തിൽ തന്നെ നാട്ടുകാരും യാത്രക്കാരും പ്രദേശവാസികളൊക്കെ ഇത് ചൂണ്ടിക്കാണിച്ചതാണ്. ഇതിൽ അപാകതയുണ്ട്, ഇങ്ങനെ കുന്നിടിച്ച് ഇവിടെ നിർമ്മാണം നടത്തിയാൽ മഴക്കാലമായാൽ ഇത് ഇടിഞ്ഞ് താഴേക്ക് വീഴും, ഇതിന് താഴെ വീടുകളുണ്ട്, ഇതൊക്കെ പരിഗണിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ദേശീയപാത അതോറിറ്റിയോ മറ്റ് അധികൃതരോ അത് മുഖവിലക്കെടുത്തില്ല, അത് പരിഗണിച്ചില്ല എന്നതുകൊണ്ടാണ് ഇത്ര വലിയ ദുരിതം ഇവിടെ ഉണ്ടായത്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അത് മണ്ണ് ഇടിഞ്ഞ് താഴേക്ക്, മണ്ണും കല്ലുകളും ഈ ചളിവെള്ളമൊക്കെയാണ് താഴേക്ക് പോകുന്നത്. ആ വീടുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഇതിന് ശേഷം നോക്കണം. SKN എന്തായാലും വലിയ ദുരിതം കുപ്പത്തുണ്ട്. ഇതിനെന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. എന്തായാലും ഇപ്പോൾ ഗതാഗതം ഇതിലൂടെ നിലവിൽ നിരോധിച്ചിട്ടുണ്ട്. SKN. ഓക്കെ.